നമസ്കാരം. മുടക്കുമുതലില്ലാത്ത ഒരു കച്ചവടമാണ് രാഷ്ട്രീയം. പലരും നാടിനെയോ ജനങ്ങളെയോ സേവിക്കാനല്ല രാഷ്ട്രീയത്തിലിറങ്ങിയത്. സമ്പാദിക്കണം, അധികാരം പിടിച്ചെടുക്കണം, പിന്നെ ജനങ്ങളുടെ ഇടയിലും സമൂഹത്തിലുമൊക്കെ ഒരു നിലയും വിലയും വേണം. അധികാരം എന്ന് പറയുന്നത് ഒരു ലഹരി തന്നെയാണ്. അത് ഏറ്റവും നന്നായി മലയാളികളെ പഠിപ്പിച്ചത് പിണറായി വിജയനാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട്. ഇതിനു മുമ്പും ഇവിടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഇത്രയധികം അധികാരത്തെ ദുരുപയോഗം ചെയ്തിരുന്നില്ല. എന്നാൽ രാഷ്ട്രീയത്തിലിറങ്ങി സമ്പാദിക്കാത്തവരുമുണ്ട്. അത്തരത്തിൽ ഒരാളാണ് പാലോളി മുഹമ്മദ് കുട്ടി. പിന്നെ ഒരാൾ കോവൂർ കുഞ്ഞുമോൻ. അപൂർവം പേർ ഇത്തരത്തിലൊന്നും സമ്പാദിക്കാതെ ഒരു വീട് പോലും ഇല്ലാത്ത ആൾക്കാരുമുണ്ട്. കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിൽ നിന്ന് 5 തവണ മത്സരിച്ചു ജയിച്ചയാളാണ്. 2001 മുതൽ അദ്ദേഹം കുന്നത്തൂർ MLA ആണ്. ഇപ്പോൾ മത്സരിച്ചപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട കുഞ്ഞുമോൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹത്തിന് സ്വന്തമായൊരു വീടില്ല, വാടക വീട്ടിലാണ്, അവിവാഹിതനാണ്. പൊതുപ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഇടയിൽ വിവാഹം കഴിക്കാൻ പോലും ഒരുപക്ഷെ അദ്ദേഹം മറന്നുപോയതായിരിക്കാം. എന്തായാലും പാർട്ടിക്കാരും സുഹൃത്തുക്കളുമൊക്കെ അദ്ദേഹത്തെ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. ഇപ്പോഴും അവിവാഹിതനായി തുടരുകയാണ് കോവൂർ കുഞ്ഞുമോൻ. ഇപ്പോഴും ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടാണല്ലോ 2001 മുതൽ 2026 വരെ അദ്ദേഹം കുന്നത്തൂരിൽ തുടർച്ചയായി MLA ആയത്. പക്ഷേ ഇപ്പോൾ കടുത്ത പിണറായി വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും അലയടിച്ചതിൻ്റെ പ്രതിഫലനമാണ് കോവൂർ കുഞ്ഞുമോനും കുന്നത്തൂരിൽ തോറ്റു. ഇതോടുകൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മറ്റു വാദങ്ങളോടെല്ലാം നമ്മൾ യോജിക്കുമ്പോഴും യോജിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനോടുള്ള ആരാധന മൂത്ത് കയ്യിലുണ്ടായിരുന്ന പണവും ചിട്ടി പിടിച്ച പണവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് 27 ലക്ഷം രൂപ മുടക്കി ഒരു വാഹനം വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് കോവൂർ കുഞ്ഞുമോനോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയാത്തത്. പിണറായി വിജയനിൽ നിന്ന് അനുകരിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഒരുപക്ഷെ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചവർക്ക് അന്തം കമ്മികൾക്കൊക്കെ അങ്ങനെ തോന്നിയേക്കാം. പക്ഷേ എങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയോ ഒക്കെ അനുകരിച്ചെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു പരിധിവരെ ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. പിണറായി വിജയനോടുള്ള ആരാധന മൂത്ത് അദ്ദേഹത്തിൻ്റേതുപോലെ 27 ലക്ഷം രൂപ മുടക്കി ഒരു വാഹനം വാങ്ങി. പക്ഷേ ആ വാഹനവും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശേഷം ആ കടം കയറി അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഫ്ലെക്സ് ബോർഡുകളും നോട്ടീസുകളും ഒക്കെ അടിച്ചിരുന്നു. ഇതിലൊക്കെ പലയിടങ്ങളിലും ഇപ്പോഴും പണം കൊടുക്കാനുണ്ട്. അതെങ്ങനെ കൊടുക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. വാടക വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ചോദ്യം. ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി ഒരിക്കലും കേരളത്തിൽ ഒരു മടങ്ങി വരവ് ഒരിക്കലും സാധ്യമല്ല. കോവൂർ കുഞ്ഞുമോൻ ഒരു നിഷ്കളങ്കനായതുകൊണ്ടാണ് അദ്ദേഹം വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പൊട്ടിക്കരഞ്ഞതും അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയതും. അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ, ഒരു അഴിമതിക്കാരനായിരുന്നെങ്കിൽ കോവൂർ കുഞ്ഞുമോൻ ഒരിക്കലും ഈ കണക്കിനാകുമായിരുന്നില്ല. ഇവർ പലരും കണ്ടുപഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ് കോവൂർ കുഞ്ഞുമോൻ. പക്ഷേ അദ്ദേഹം സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയമാണ്. ഏത് പ്രത്യയശാസ്ത്രത്തിനു വേണ്ടിയാണോ അദ്ദേഹം പ്രവർത്തിച്ചത്, ഏത് പ്രസ്ഥാനത്തിനു വേണ്ടിയാണോ അദ്ദേഹം പ്രവർത്തിച്ചത്, അത് പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച. കോവൂർ കുഞ്ഞുമോൻ ജനസമ്മതനാണ്. അദ്ദേഹം പറയുന്നത് ഇനിയും ഞാൻ ആളുകൾക്കിടയിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇനിയും പക്ഷേ എനിക്ക് എങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടാണല്ലോ അദ്ദേഹം ഇത്രയും കാലം, ഏകദേശം 1/4 നൂറ്റാണ്ട് അവിടെ ഒരേ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചത്. പക്ഷേ ജീവിക്കാൻ മറന്നുപോയ ആ മനുഷ്യൻ ഇന്ന് കരയുന്നത് കാണുമ്പോൾ തീർച്ചയായും നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട്. ആദ്യം ഈ ഒരു കാര്യം മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഒരു അന്തം കമ്മി, ശരാശരി അന്തം കമ്മി പിണറായി വിജയനെ അനുകരിച്ചുകൊണ്ട് ചിട്ടി പിടിച്ച പണവും കയ്യിലുണ്ടായിരുന്ന പണവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കാറ് വാങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കരുതി, അത്ഭുതപ്പെട്ടു. കാരണം ഇതൊരു നമ്മൾ കണ്ടതിലും വലിയൊരു പ്രത്യേക തരത്തിലുള്ള ഒരു അന്തം കമ്മി എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ പിന്നീട് കോവൂർ കുഞ്ഞുമോനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ്. അദ്ദേഹം ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാത്ത മനുഷ്യനാണ്. ജീവിതം പോലും പാർട്ടിക്കും പൊതുപ്രവർത്തനത്തിനും വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും പറ്റിയൊരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷ പ്രസ്ഥാനം. ഇതുവരെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ എന്തായാലും കോവൂർ കുഞ്ഞുമോന് കഴിയില്ല. അതുകൊണ്ട് ഗുണമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം നിലച്ചു. MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഓണറേറിയവും മറ്റു കാര്യങ്ങളുമൊക്കെ നിലച്ചു. ഇനി ആകെ കിട്ടുന്നത് പെൻഷനാണ്. അതും വളരെ തുച്ഛമായിട്ടുള്ള
പെൻഷനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല. അവിടെ പാർട്ടിയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഒരുപക്ഷെ അടുത്ത തവണയും വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ വിജയിച്ചാൽ തന്നെ കോവൂർ കുഞ്ഞുമോൻ്റെ ഈ 5 വർഷം അദ്ദേഹം ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നതിൻ്റെ കടങ്ങളൊന്നും തീർത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കോവൂർ കുഞ്ഞുമോൻ ഇനി പറ്റുന്നത് ഒന്നുകിൽ കോൺഗ്രസിൽ ചേരുക, അല്ലെങ്കിൽ BJP യിൽ ചേരുക. BJP യിൽ ചേർന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് ഭരണമില്ല. പക്ഷേ കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞാൽ കോവൂർ കുഞ്ഞുമോൻ്റെ ഈ നിഷ്കളങ്കമായിട്ടുള്ള സ്വഭാവവും അതുപോലെ അഴിമതിരഹിതമായിട്ടുള്ള പ്രവർത്തനവും ഒക്കെ UDF നേതാക്കൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ കൊടുത്താൽ, കോവൂർ കുഞ്ഞുമോൻ ഒരു നിഷ്കളങ്കനാണെന്നും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗം, രാഷ്ട്രീയ രംഗം കളങ്കരഹിതമാണെന്നും UDF നേതാക്കൾക്കും അറിയാം. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയോ അല്ലെങ്കിൽ കോവൂർ കുഞ്ഞുമോൻ സ്വയം കോൺഗ്രസിലേക്ക് ചെല്ലുകയോ ചെയ്താൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ, അദ്ദേഹത്തിന് ജീവിച്ചു പോകാനുള്ള എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ കോൺഗ്രസിൽ കിട്ടിയേക്കാം. അതാണ് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം. അടുത്ത തവണ 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അവിടെ നിന്ന് മത്സരിച്ചാൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്യും, ജീവിതം തിരിച്ചുപിടിക്കാം. ഇതാണ് കോവൂർ കുഞ്ഞുമോൻ്റെ മുന്നിലുള്ളൊരു മാർഗ്ഗം. അദ്ദേഹത്തിൻ്റെ ബാധ്യതകൾ തീർക്കാൻ ഒരിക്കലും പാർട്ടി തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ പോയ സ്ഥിതിക്ക് കോവൂർ കുഞ്ഞുമോൻ എന്നുള്ള ഒരു വ്യക്തി അവിടെ പരാജയപ്പെട്ട സ്ഥിതിക്കും പാർട്ടി അതിന് തയ്യാറാകില്ല, പാർട്ടി നേതാക്കളും അതിന് തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന മാർഗ്ഗം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിപരമായി നീങ്ങുകയാണെങ്കിൽ കോൺഗ്രസിലേക്ക് പോവുകയായിരിക്കും നല്ലത്. അത് കോൺഗ്രസിനും ഗുണം ചെയ്യും. കോവൂർ കുഞ്ഞുമോനെ പോലെയുള്ള കളങ്കരഹിതനായ, അഴിമതിരഹിതനായ ഒരു നേതാവ് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസിനും ഗുണം ചെയ്യും.